കഴിഞ്ഞ വീഡിയോസിലെല്ലാം സപ്പോർട്ടാക്കിയ എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രൊജക്റ്റ് നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ എടുത്തേക്കുന്നത് 3.5-ൻ്റെ ഒരു ഹുക്കും പിന്നെ 2 കളറിൽ യാണും. ഫസ്റ്റ് മാജിക് റിങ് ഇടാം. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വായോ. അതിനുശേഷം 20 സിംഗിൾ ക്രോഷ്യ വേണം ആ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കണേന്ന് പറഞ്ഞില്ലല്ലോ, ഒരു ബുക്ക് മാർക്കാണ്. ഇനി ബുക്ക് വായിക്കാത്ത നിങ്ങൾക്കൊക്കെ എന്തിനാ ബുക്ക് മാർക്ക് എന്ന് ചിന്തിക്കണവരുണ്ടാവും. സാരമില്ല, ഞാനും ആ കാറ്റഗറിയാണ്. എന്നിട്ട് ഞാൻ ഉണ്ടാക്കില്ലേ, അപ്പം നിങ്ങൾക്കും ഉണ്ടാക്കാം. ചിലപ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ബുക്കൊക്കെ വായിച്ചാലോ. അങ്ങനെ അങ്ങോട്ട് നന്നായി പോവോ? സാരമില്ല, നന്നാവണമെങ്കിൽ നന്നാവട്ടെ അല്ലേ. അപ്പോൾ നമ്മളിത് 20 സിംഗിൾ ക്രോഷ്യറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ഫസ്റ്റത്തെ അതിനകത്തേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇവിടെ എന്തായാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റെപ്പും കൂടി മേളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അടുത്ത 3 സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിലേക്കായിട്ട് നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യറ്റ് ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ സ്റ്റിച്ചസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കണേ. നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കുന്നതേ ഫ്ലവറിൻ്റെ ഫസ്റ്റത്തെ പെറ്റലാണേ. നമ്മൾ ആദ്യം 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തില്ലേ, അതിനുശേഷം 3 ട്രിപ്പിൾ ക്രോഷ്യ ഇട്ട് കൊടുത്തിട്ടില്ലേ, ഇത് നമ്മൾ ഒരു പെറ്റലിനെ 4 സ്ട്രാൻഡ്സ് ആയിട്ടാണ് കരുതുന്നത്. അതിനുശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് അതിനെ ലോക്ക് ചെയ്ത് വെക്കുക. നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഒരു ക്രോഷ്യയുടെ വീഡിയോ ഇട്ടില്ലേ, ഏകദേശം അതിനോട് സിമിലർ ആയിട്ടുള്ളൊരു ഫ്ലവർ തന്നെയാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തത് ആ സർക്കിളിൻ്റെ സെൻറ്ററിലേക്കായിരുന്നു. ഇവിടെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുത്തിട്ടില്ലേ, ആ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് വേണം ഇതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ 5 പെറ്റൽസ് കിട്ടും. ഇനിയത്തെ സ്റ്റെപ്പ് തികച്ചും നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മൾ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതിനോട് ബോർഡർ ചെയ്ത് കൊടുക്കുവാണ്. അതിനാണ് നമ്മൾ 2 കളറിൽ യാൺ ചൂസ് ചെയ്തത്. നിങ്ങൾ മേളിൽ കുറച്ച് സ്റ്റിച്ചസ് കാണുന്നില്ലേ, ഒരു സിംഗിൾ ക്രോഷ്യ, 3 ഹാഫ് ഡബിൾ ക്രോഷ്യ, 4 ചെയിൻ സ്റ്റിച്ച്, ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. നമ്മൾ ഓരോ സ്റ്റിച്ചസിനകത്തും ഇത് മാറി മാറി ചെയ്താൽ തന്നെ നമുക്ക് ഈ ഫ്ലവറിന് ബോർഡർ ചെയ്ത് കിട്ടുവേ. എന്തായാലും ഈ ഒരു പിങ്ക് കളർ ബോർഡറും കൂടി വരുമ്പോൾ നമ്മുടെ ഫ്ലവർ എന്തായാലും കാണാൻ അടിപൊളിയായിരിക്കും. നിങ്ങളൊന്ന് ചെയ്തൊക്കെ നോക്ക്. കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റ് ആണെന്ന് തോന്നും, പക്ഷേ സംഗതി സിമ്പിളാണ്. ഞാനിത് ചുമ്മാ പറയണതല്ല കേട്ടോ. സംഗതി ക്രോഷ്യ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. തുടക്കത്തെ ആ ഒരു കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും പറ്റും. എനിക്ക് പറ്റിയില്ലേ, അപ്പം നിങ്ങൾക്ക് എന്തായാലും പറ്റും. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 50 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എന്തോരം നീട്ടം വേണോ അതനുസരിച്ചിട്ട് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.